നമസ്കാരം, ഞാൻ ഡോക്ടർ നിരഞ്ജൻ, വള്ളുവനാട് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ്. എന്താണ് ഈ ഡയബറ്റിക് കിഡ്നി ഡിസീസ്? പൊതുവെ ഡയബറ്റിക് രോഗികൾ വരാറുണ്ട്. അതായത് എൻ്റെ ക്രിയാറ്റിൻ കൂടിയിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഡയബറ്റിസ് കിഡ്നിയെ ബാധിക്കുന്ന ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പല രോഗികൾക്കും ഡയബറ്റിസ് ഉണ്ടാവും, പക്ഷേ ക്രിയാറ്റിൻ നോർമൽ ആയിരിക്കും. ഈ സ്റ്റേജിൽ നിങ്ങളുടെ കിഡ്നിയെ ഡയബറ്റിസ് ബാധിക്കുന്നുണ്ടായിരിക്കും. അതെങ്ങനെയാണ്? അതായത് ഒരു ചെറിയൊരു യൂറിൻ ടെസ്റ്റ് ചെയ്യുക. യൂറിനറി ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയും. അപ്പോൾ അതായത് നമ്മുടെ കിഡ്നിയിലുള്ള അരിപ്പകളുണ്ട്, ഗ്ലോമറുലസ് എന്ന് പറയും. അപ്പോൾ ഇതിന് ഡാമേജ് വരുമ്പോഴത്തേക്കും കിഡ്നിയിൽ ആൽബുമിൻ ലീക്ക് ചെയ്യാൻ തുടങ്ങും യൂറിനിലൂടെ. അപ്പോൾ ഈ ലീക്ക് ചെയ്ത ആൽബുമിൻ കിഡ്നിക്ക് ഡാമേജുകൾ ഉണ്ടാക്കി പതുക്കെ കുറച്ച് നാളുകൾക്കുള്ളിൽ അത് ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങും. അപ്പോൾ ഈ യൂറിനിൽ ആൽബുമിൻ വരുന്ന ആ സമയത്ത് ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാമേജ് ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതിനുള്ള കുറേ മരുന്നുകൾ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിമ്പിൾ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു പരിധിവരെ ഡയബറ്റിക് കിഡ്നി ഡിസീസ് കൺട്രോൾ ചെയ്യാം. സോ നിങ്ങളിപ്പോൾ ഡയബറ്റിക് രോഗികളാണെന്നുണ്ടെങ്കിൽ ദയവേത് യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന ടെസ്റ്റ് ചെയ്യുകയും അതിൽ റേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുക. അതുവഴി നിങ്ങളുടെ ഡയബറ്റിക് കിഡ്നി ഡിസീസിൻ്റെ പ്രോഗ്രഷൻ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. താങ്ക് യു.